പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. പിരിച്ചെടുത്ത ഫണ്ട് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും CPM ആരോപിക്കുകയാണ്. എന്നാൽ കേസിൽ 2 തവണ അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് വാങ്ങിയതും മുൻ സർക്കാരാണെന്നും വിജിലൻസ് ആണ് ക്ലീൻ ചിറ്റ് നൽകിയതെന്നും വിശദീകരിച്ച് മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. അതേസമയം കൊച്ചിയിൽ നിക്ഷേപകരെ കാണാൻ പോയതിൽ വ്യക്തത വരുത്താൻ ഇന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേസിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് CPM. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പറവൂരിൽ CPM പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പിരിച്ചെടുത്ത ഫണ്ട് മുഴുവൻ എന്തു ചെയ്തു എന്നും എത്ര വീടുകൾ പണിതു എന്നും വ്യക്തമാക്കിയേ മതിയാകൂ എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ 216 വീട് ഇവിടെ, ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ ആര്? പറവൂരുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ ഇന്ന ആളുകൾക്ക് വീട് കിട്ടി. കളവല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദമായ രേഖയുണ്ട്, വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, കണക്കും പറയാൻ കഴിയും. എന്തേ നിങ്ങൾ പറയാത്തത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, പറയാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന 216 ആൾക്ക് വീട് കൊടുത്തിട്ടില്ല. എന്നാൽ തന്റെ സർക്കാർ കേസിന്മേൽ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നും 2 തവണ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് മുൻ സർക്കാരിന് മുന്നിലാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. ദ എൻക്വയറി സോ ഫാർ കുഡ് നോട്ട് റിവീൽ എനി എവിഡൻസ് ആൻഡ് ആൾസോ ദ അലിഗേഷൻസ് കുഡ് നോട്ട് സസ്റ്റെയിൻ ഇൻ എവിഡൻസ്. അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. അതിനിടെ വിവാദമായ കൊച്ചിയിലെ നിക്ഷേപക സന്ദർശനത്തിൽ ഇന്നും മുഖ്യമന്ത്രി വ്യക്തത വരുത്താൻ തയ്യാറായില്ല. നിക്ഷേപകർ കൊച്ചിയിലെത്തി വിളിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പോയി എന്നാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ ദുരന്ത സമയത്ത് അടിയന്തരമായി കൊച്ചിയിലേക്ക് കാണാൻ പോയ നിക്ഷേപകരിൽ ദുരൂഹത ഉയർന്നപ്പോൾ ഇന്ന് ചെറിയ മാറ്റം വരുത്തി. കൊച്ചിയിൽ പോയപ്പോൾ അവിടെ വെച്ച് നിക്ഷേപകരെ കണ്ടു എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.